ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഓട്ടടയും പിന്നെ അതിൻ്റെ കൂടെ നാടൻ രീതിയിൽ ഉണ്ടാക്കാവുന്ന നല്ലൊരു മുട്ട റോസ്റ്റുമാണ് കാണിക്കുന്നത്. ഓട്ടട എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ രീതിയിൽ മൺചട്ടിയിലല്ല കേട്ടോ ചെയ്യണത്. നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഓട്ടടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ 2 കപ്പ് പച്ചരി നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. അരി ചുരുങ്ങിയത് ഒരു 4 മണിക്കൂറെങ്കിലും ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. ഇതിപ്പോൾ നമ്മൾ ഒരു രാത്രി മുഴുവനും കുതിർത്തെടുത്തിട്ടുള്ള പച്ചരിയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിലെ വെള്ളം മുഴുവനായിട്ട് മാറ്റിയതിന് ശേഷം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഓട്ടടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അരി അളന്നെടുത്തത് ഏത് കപ്പിനാണോ സെയിം കപ്പ് തന്നെ 1 കപ്പ് നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഓട്ടട നല്ല സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് സെയിം കപ്പ് തന്നെ 1 കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏതുതരം ചോറായാലും എടുക്കാം. ഇനി ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഓട്ടടയുടെ മാവ് എന്ന് പറയുമ്പോൾ ഒരുപാട് കട്ടി കൂടാനും പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് അങ്ങോട്ട് കട്ടി കുറയാനും പാടില്ല. ആ രീതിയിൽ വേണം വെള്ളം ചേർക്കാൻ. അതായത് ജാറിൽ അരിനേക്കാളൊക്കെ കുറച്ചും കൂടി താഴ്ന്നു നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്താൽ മതി. ഇവിടെ ഇപ്പം നമ്മൾ ഏകദേശം 1 കപ്പിനടുത്ത് വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. തരികളില്ലാത്ത രീതിയിൽ നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാൻ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു കോഴിമുട്ടയാണ്. മുട്ട ചേർക്കുമ്പോൾ ഓട്ടടയ്ക്ക് കുറച്ചും കൂടി നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും. അതുപോലെ തന്നെ കഴിക്കാനും അത് നല്ലൊരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ മുട്ട താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കും ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടിയിട്ട് വീണ്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് അങ്ങോട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, മാവിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഏകദേശം ഒരു ദോശമാവിൻ്റെയൊക്കെ പരുവത്തിൽ അരച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മളിനി ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ്. 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. കഴിക്കുമ്പോൾ ചെറുതായിട്ടൊരു സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ മധുരം താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കും ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഓട്ടടയ്ക്ക് നല്ലൊരു ഫ്ലേവറും അതുപോലെ നല്ലൊരു സോഫ്റ്റ്നെസ്സും കിട്ടും. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇത് നമ്മളിനി ഒരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. വേണമെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. പക്ഷേ നമ്മളിപ്പോൾ ഇതൊരു അരമണിക്കൂറിന് ശേഷമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള മുട്ട റോസ്റ്റ് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ നാടൻ രീതിയിലാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ആദ്യം ഇതിലേക്ക് നമ്മൾ ഒരു 7 വെളുത്തുള്ളി ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ആ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ആ രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ഈ റെസിപ്പിയിൽ നമ്മൾ വെളുത്തുള്ളി മാത്രമാണ് ചേർക്കണുള്ളൂ, ഇഞ്ചി ചേർക്കണില്ല. വെളുത്തുള്ളി ഇതുപോലെ നന്നായിട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 4 സവാള ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരണം. അതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് സമയം എടുക്കും. ഏകദേശം ഒരു 10-12 മിനിറ്റൊക്കെ എടുക്കും. അപ്പോൾ അത് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാള അതുപോലെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോഴാണ് മുട്ട റോസ്റ്റിന് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ആദ്യം ഒരു 1/4 ടീസ്പൂണും കുറച്ച് കൂടുതലും മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കൂടെ തന്നെ ഒരു 3/4 ടീസ്പൂൺ വരെ സാധാരണ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടിയുടെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കണം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാല. അത്രയും ചേർത്ത് കൊടുത്തിട്ട് പൊടികളിലെ ആ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ പിന്നെ അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു വലിയ തക്കാളി ഇതുപോലെ ഒന്ന് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് തക്കാളി നല്ല സോഫ്റ്റായി വരുന്നവരെ വഴറ്റിയെടുക്കാം. പെട്ടെന്നായി കിട്ടാൻ വേണമെങ്കിൽ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ തക്കാളി നന്നായി സോഫ്റ്റായിട്ട് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പ് വരെ ചൂട് വെള്ളം ചേർത്ത് കൊടുക്കാം.
ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക, പച്ചവെള്ളം ചേർക്കരുത്. പിന്നെ അതിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. സവാള വഴറ്റുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 4 മുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. തോടൊക്കെ കളഞ്ഞിട്ട് മസാല ഉള്ളിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേൽഭാഗത്തൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ മസാല മുട്ടയുടെ മേലൊന്ന് പൊതിയുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ടത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ആ മസാല മുട്ടയിലൊക്കെ ഒന്ന് പിടിക്കണം. അപ്പോൾ ഒരു 4-5 മിനിറ്റൊക്കെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഈ സമയത്തിന് ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ ആ പൊടികളിലെ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആയി വരും ചെയ്യും. മുട്ട റോസ്റ്റ് നല്ലൊരു ടേസ്റ്റും കിട്ടും. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ഓട്ടടയ്ക്ക് മാത്രമല്ല, ചോറിൻ്റെ കൂടിയും എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ്. ഇപ്പം നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഓട്ടടയ്ക്ക് നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേൽഭാഗത്തൊക്കെ നിറയെ ഹോൾസൊക്കെ വന്നിട്ട് നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടും കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അത് ചേർക്കണമെന്ന് നിർബന്ധമില്ല, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ലെങ്കിലും ടേസ്റ്റിനൊന്നും ഒരു കുറവുണ്ടാവില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ. അതിനുശേഷം ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാൻ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഓരോ കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിന് പരത്തൊന്നും വേണ്ട, ജസ്റ്റ് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ചട്ടിക്ക് നല്ല ചൂടുണ്ടെങ്കിലാണ് അതിൻ്റെ മേലെ ഇതുപോലെ നന്നായിട്ട് ഹോൾസ് വരുള്ളൂ. എന്നിട്ട് ഹോൾസ് ഇതുപോലെ അത്യാവശ്യം നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. എന്നിട്ടത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അടച്ചു വെച്ചിട്ട് പിന്നെ അധികം സമയമൊന്നും വേണ്ട, ഒരു 10-20 സെക്കൻഡൊക്കെ ആയാൽ മതി. അപ്പോഴേക്കും ആ മേൽഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വരും. അതിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് എടുക്കാം. എന്നിട്ട് അടുത്ത പ്രാവശ്യം മാവ് ഒഴിച്ചു കൊടുക്കുമ്പോഴും അതെ, ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മാവ് ഒഴിച്ചു കൊടുക്കണം. മേലെ ഹോൾസൊക്കെ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ അടച്ചു വെച്ചിട്ട് വേവിക്കാം. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കാം. എന്നിട്ട് ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ആ മാവിൽ ബേക്കിംഗ് സോഡ ചേർക്കുന്നതിന് മുൻപ് ഉണ്ടാക്കിയിട്ടുള്ള ഓട്ടട കേട്ടോ. കണ്ടില്ലേ, അതിൻ്റെ ടെക്സ്ചറൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഹോൾസൊക്കെ വരും. പക്ഷെ കുറച്ചും കൂടി സോഫ്റ്റ്നെസ്സും ആ ടെക്സ്ചറൊക്കെ നന്നായിട്ട് വരിക ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ തന്നെയാണ്. പക്ഷേ ടേസ്റ്റിനൊന്നും യാതൊരു വ്യത്യാസമില്ല. പിന്നെ ബേക്കിംഗ് സോഡ ചേർത്തതിൽ ആ ഹോൾസും സോഫ്റ്റ്നെസ്സൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിലും കറക്റ്റായിട്ട് ആ വെള്ള കളറിലല്ല ഉണ്ടാവുക, ചെറുതായിട്ടൊരു യെല്ലോ കളറോട് കൂടിയിട്ടാണ് കിട്ടുക. 2 രീതിയിലാണെങ്കിലും ടേസ്റ്റിനൊന്നും ഒരു കുറവും ഉണ്ടാവില്ല. എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഈ 2 റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്